ഹലോ, ഞാൻ വളരെ നാളുകളായി വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തോളമായി, ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാരണം എനിക്ക് വീഡിയോസൊന്നും ഇടാനോ പറ്റിയില്ല. ഇപ്പം ഓണം ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെടുത്ത ഞങ്ങളുടെ ഓണമൊരുക്കത്തിൻ്റെ ചെറിയ വീഡിയോ. എനിക്കിപ്പോഴും നോർമലായി ഞാൻ ആരോഗ്യസ്ഥിതി പഴയ പോലെ ആയിട്ടില്ല. എൻ്റെ കാരണം എന്താണെന്നൊക്കെ പിന്നെ ഞാൻ പറയാം. എന്താണ് പറ്റിയതെന്നൊക്കെ പിന്നീട് ഞാൻ പറയാം അടുത്തൊരു വീഡിയോയിൽ. ഇപ്പം തൽക്കാലം ഓണത്തിനിടയ്ക്ക് ഒന്നും പറയുന്നില്ല ഞാൻ. നമുക്ക് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു ഓണം ഒരുക്കം. അപ്പം എനിക്കൊക്കെ വയ്യാതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പം ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്ന് അതിൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും ചെയ്യുന്നതെല്ലാം കാണുന്നത് എനിക്ക് സന്തോഷം. ഇപ്പം ഇന്നത്തെ അത് പറയാനൊക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമുക്കിനിയും ആ കാഴ്ചകളുടെ അടുത്ത് പോകാം. ഓണത്തിന് പൂക്കളം ഇടാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് ബന്ദിയൊക്കെ വീട്ടിൽ കൊണ്ട് നട്ട്. പക്ഷേ നട്ട സമയം ഇച്ചിരി ലേറ്റായി പോയതുകൊണ്ടും കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടും വളരെ കുറച്ച് പൂക്കൾ മാത്രമേ കിട്ടിയുള്ളൂ. എന്നാലും കുറച്ചുകൂടെയൊക്കെ പൂക്കൾ വിരിയാനത് നിൽപ്പുണ്ട്. ഇച്ചിരി നടാൻ ലേറ്റായി പോയതുകൊണ്ടാണ് നമുക്ക് പൂക്കൾ ഉദ്ദേശിച്ചത്രയും കിട്ടിയില്ല. അതുകൊണ്ട് ബാക്കി പൂക്കൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്കിനിയും വാങ്ങിച്ച പൂക്കളൊക്കെ ഒന്ന് കാണാം. ആദ്യം നമ്മുടെ വിളവെടുപ്പ് കാണാം. വീട്ടിലെ പൂക്കൾ തികയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലെ പൂട് വെച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലെ പൂ ആദ്യം മുറിച്ചെടുത്തത്. നമുക്ക് വേണ്ടി പൂക്കളെല്ലാം ഈർത്തതിന് ശേഷം പൂക്കളിടുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേശ്ശെ ഇടയ്ക്ക് കാണിച്ചത്. ഒത്തിരി വീഡിയോസ് ഒന്നിച്ചെടുത്താൽ നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ നീളം കൂടും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഭാഗം നിങ്ങൾ തീരെ കുറഞ്ഞ രീതിയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. പൂക്കളം ഇടാനുള്ള പൂക്കൾ എല്ലാം തന്നെ എല്ലാം ഒരുക്കി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് അത്തപ്പൂക്കളം ഇടുന്ന സമയത്ത് നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിള്ളേരാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ ഇതിനകത്തെങ്കിലും പങ്കുപിടിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ കുറേശ്ശെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പൂക്കളം ഇങ്ങനെ പുരോഗമിച്ച് വരുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ. ഇപ്രാവശ്യം നല്ല കുഞ്ഞ് കളങ്ങളങ്ങോട്ട് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. എൻ്റെ പൂക്കളെ അത് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ മിനുക്കുപണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ എൻ്റെ എല്ലാ സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ മനോഹരമായ പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് തന്നെ ഓണത്തപ്പനേക്കൂടെ വെച്ചിട്ട് എന്നുണ്ടോ അത് ഓണത്തപ്പനേക്കൂടെ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഞങ്ങൾ എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ അന്നാണ് അടപ്രഥമം വെക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങളത് ഉത്രാടത്തിൻ്റെ അന്ന് അട വരട്ടി എൻ്റെ അടയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കവർണത്തിട്ടുണ്ട് അടയൊക്കെ മുറിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് എൻ്റെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് NSൻ്റെ അരിയട. അതാണ് ഏറ്റവും നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളതാണ് ഓണം ഒരുങ്ങാൻ വേണ്ടി വാങ്ങിക്കുന്നത്. ഞങ്ങൾ അതുപോലെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഇത് ശർക്കരക്കകത്തെല്ലാം വരട്ടി വെച്ചേക്കും. നാളെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ബാക്കി റെഡിയാക്കി എടുക്കത്തുള്ളൂ. അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. വരട്ടി വെച്ചേക്കെങ്കിൽ തിരുവോണത്തിന് നമുക്ക് അത്രയും ജോലി കുറഞ്ഞു കിട്ടും. ഇപ്രാവശ്യം ഞങ്ങൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നത് എനിക്കൊക്കാത്തതുകൊണ്ട് ഇതെല്ലാം പിള്ളേരാണ് ചെയ്യുന്നത്. അപ്പം അത് കാരണം സബ് കോൺട്രാക്ട് കൊടുത്തേക്കാം എല്ലാത്തിനും. അപ്പം ഞാൻ എൻ്റെ മേൽനോട്ടം മാത്രം വഹിക്കാമെന്ന് പറഞ്ഞു. അവരെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിനിയും അട ഉണ്ടാക്കുന്നത് കാണാം. അതേണ്ട ഞങ്ങളുടെ ശർക്കര എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ അട വേവിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. അതങ്ങോട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വാരി ഇട്ട പോലെ അട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെരുക്കെ വാരിയിട്ട് ഇനി അട വരണ്ട് കഴിയുമ്പോൾ നമുക്കിതിനെ അടച്ചു വെക്കാം. വരണ്ട് കഴിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് കണ്ടോ, ഞങ്ങൾക്ക് വയ്യാത്തതുകൊണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഇളക്കാനൊന്നും വയ്യാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് എൻ്റെ വിരുന്ന് വന്നവരെ കൊണ്ടുകൂടെ ഞങ്ങൾ പായസമൊക്കെ. ഇതാരാന്നറിയാമോ? ഞങ്ങളുടെ മോടമ്മയാണ്. മോടമ്മയെന്ന് പറഞ്ഞപ്പം മോൻ്റെ മദറിലോ ആണ് നിൽക്കുന്നത്. ചേച്ചിയെ കൊണ്ട് ഞങ്ങൾ പായസം ഇളക്കിക്കുകയാണ്. വിരുന്ന് വന്നാൽ പോലും വെറുതെ വിടത്തില്ല. ചേച്ചി എൻ്റെ കാര്യമായിട്ട് പായസം ഇളക്കുക. ഞങ്ങൾ അടുക്കളക്കകത്ത് താഴെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചവിട്ടിയൊക്കെ ഇവിടെ കിടക്കുന്ന കേട്ടോ, അതിനും തോന്നല്ലേ. ഞങ്ങളുടെ അട അങ്ങനെ വരട്ടി വെച്ചു. ഇത് നമുക്കിതിനെ അടച്ചു വെക്കാം. അപ്പം നമ്മുടെ തിരുവോണത്തിനെന്ന് ചെയ്യേണ്ട ജോലിയുടെ പകുതിയും കൂടെ ഞങ്ങൾ ഉത്രാടത്തിനെന്ന് എഴുതി വെച്ചു. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ തുടങ്ങാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.
ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ പിള്ളേർ കൊണ്ടുവന്ന് ശബ്ദരഹിതമായിട്ടുള്ള ചില പടക്കങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ട് ഇട്ടതുണ്ട്, അട്ട. അപ്പം അതുകൂടെ നമുക്ക് ഓണത്തിൻ്റെ കുട്ടി വരുന്നതാണല്ലോ, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം.